ജഗന്നാഥൻ എല്ലാം പരിശ്രമിച്ച് നോക്കുന്നുണ്ട് അകത്ത് കയറാനായിട്ട്. മഹാലക്ഷ്മി സമ്മതിക്കുന്നില്ല. അപ്പം ജഗന്നാഥൻ ഒരു കാര്യം ചെയ്തു. തൻ്റെ പൂജാരിയോട് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നു. വിശ്വപ്രശസ്തമാണ് പുരി രഥയാത്ര. ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര എന്നീ 3 ദേവതകൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ അകലെയുള്ള ഗുണ്ടിച്ച എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് യാത്ര പോകുന്നതാണ് രഥയാത്ര എന്ന് പറയുന്നത്. ഈ രഥയാത്രയിലെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ രഥം മുഴുവനും പുതിയതായിട്ട് നിർമ്മിക്കുമെന്നുള്ളതാണ്. എല്ലാ വർഷവും 2-2.5 മാസം നീളുന്ന വലിയൊരു പ്രക്രിയയാണ് ഈ രഥം നിർമ്മിക്കുക എന്നുള്ളത്. എന്നതിന് ശേഷം ഈ രഥത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ക്ഷേത്രത്തിൽ സംരക്ഷിക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ആ വിറക് കൊണ്ടാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ നിവേദ്യത്തിന് അടുപ്പ് കത്തിക്കുന്നത്. അത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ജ്യേഷ്ഠ പൂർണിമ ദിവസം വളരെ വിശേഷമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കും. അതിന് സ്നാനപൂർണിമ എന്നാണ് പറയുന്നത്. അന്ന് ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര എന്നീ 3 ദേവതകളെ ക്ഷേത്രത്തിന് പുറത്ത് എഴുന്നള്ളിച്ച് അഭിഷേകാദികൾ നിർവഹിക്കും. വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ ജഗന്നാഥന് അഭിഷേകം പതിവുള്ളൂ. ജഗന്നാഥൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് ദാരു, എന്നാൽ മരം കൊണ്ട് നിർമ്മിച്ചതാകയാൽ നിത്യാഭിഷേകം പതിവില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ 7 ലെയറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സപ്താവരണം എന്നാണ് അതിന് പറയുക. അതുപോലെ തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ജഗന്നാഥനും 7 ലെയേഴ്സ് ഉണ്ടാവും. ആ പട്ട് കൊണ്ടും റെസിൻ കൊണ്ടും കോട്ടൺ തുണി കൊണ്ടും 7 ലെയറായി പൊതിഞ്ഞിരിക്കുകയാണ് ജഗന്നാഥൻ്റെ വിഗ്രഹത്തെ. അഭിഷേകം ജ്യേഷ്ഠ ശുക്ല പൂർണിമയ്ക്ക് അഭിഷേകം ചെയ്തതിന് ശേഷം ഈ ഭഗവാൻ അസുഖം ബാധിക്കുക എന്നുള്ളൊരു രസകരമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അതിന് അനവസരം എന്നാണ് പറയുന്നത്. പുറമേ അങ്ങനെ പറയുമെങ്കിലും അകത്ത് നടക്കുന്നത് ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7 ലെയറിലുള്ള ആ ഭഗവാന്റെ തുണിയെല്ലാം മാറ്റി പുതിയതായിട്ട് നിർമ്മിച്ച് പുതിയതായിട്ട് ചേർത്ത് ആ ഭഗവാനെ സംരക്ഷിക്കുക, ആ വിഗ്രഹം സംരക്ഷിക്കുക എന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഇതിന് പറയുന്ന ആ സമയത്തൊന്നും ഭക്തർക്ക് ജഗന്നാഥനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. അതിന് അനവസരം എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ക്ഷേത്രത്തിനകത്ത് പട്ടചിത്ര എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പെയിൻറ്റിങ്, ആ ഒരു ചിത്രത്തിലാണ് നിത്യപൂജകൾ ചെയ്തു പോരുന്നത്. ലേപ്യം എന്നാണ് ചിത്രത്തിന് പറയുന്ന ഭാഷ. ആ പട്ടചിത്ര ലേപ്യത്തിലാണ് ഭഗവാന് ഈ അനവസര സമയത്തിൽ പൂജകൾ നിർവഹിച്ചു പോകുന്നത്. അതിനുശേഷം ആഷാഢ ശുക്ല ദ്വിതീയ ആ തിഥി ദിവസമാണ് ഭഗവാൻ രഥത്തിൽ എഴുന്നള്ളുന്നത്. ഭഗവാൻ രഥത്തിൽ എഴുന്നള്ളി രഥത്തിൽ നിന്നും ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് ഭഗവാൻ യാത്ര തിരിക്കുന്നു. ഈ ശുക്ല ദ്വിതീയ ദിവസം രാവിലെ ഭഗവാനും ബലരാമനും സുഭദ്രയും 3 പേരും രഥത്തിലേക്ക് എഴുന്നള്ളുന്നു. 3 ഭഗവാന്മാർ രഥത്തിലേക്ക് എഴുന്നള്ളിയതിന് ശേഷം പുരി മഹാരാജാവ് എഴുന്നള്ളി, പല്ലക്കിൽ എഴുന്നള്ളി, സ്വർണ്ണപ്പിടിയുള്ള ഒരു ചൂലുകൊണ്ട്, ബ്രൂം എന്ന് പറയുന്ന ചൂലുകൊണ്ട് ആ രഥം മുഴുവനും വൃത്തിയാക്കുന്നു. എന്നതിന് ശേഷം മഹാരാജാവ് ചന്ദനത്തൈലം ആ രഥത്തിൽ തെളിച്ചതിന് ശേഷം ഭഗവാന് യാത്ര തിരിക്കാൻ ആ പാത സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. ഭഗവാന്റെ രഥത്തെ ചൂലുകൊണ്ട് വൃത്തിയാക്കുന്നതിലൂടെ തൻ്റെ തൻ്റെ ദാസത്വം എന്ന സ്വഭാവം അവിടെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനുമായിട്ട് നമുക്ക് പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടാവാം. സാഖ്യരസം സുഹൃത്തായിട്ട് കാണാം, മാധുര്യരസം കാമുകനായിട്ട് കാണാം, വാത്സല്യരസം മാതൃ വാത്സല്യമായിട്ട് കാണാം. അമ്മ മകനോട് എന്ത് വാത്സല്യം തോന്നുന്നോ അതുപോലെ തോന്നാം. ഉദാഹരണത്തിന് കുരൂറമ്മ എന്നുപോലെ. അതേപോലെ ഒരു രസമാണ് ദാസ്യരസം. ദാസ്യരസം എന്ന് പറയുന്നതാണ് ഭഗവാന്റെ ദാസനായിട്ട് നമ്മളെ കാണുന്നതിനാണ് ദാസ്യരസം എന്ന് പറയുന്നത്. ഇവിടെ ദാസ്യരസത്തിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്.
അങ്ങനെ പുരി മഹാരാജാവ് ചൂലുകൊണ്ട് രഥം വൃത്തിയാക്കിയതിന് ശേഷം യാത്ര തിരിക്കുന്നു. യാത്ര തിരിച്ചതിന് ശേഷം ശുക്ലപക്ഷ ദശമി ദിവസം ആ രഥം തിരിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. തിരിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയതിന് ശേഷം അതിമനോഹരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ആ ചടങ്ങിൻ്റെ പേരാണ് അധരപ്പണ. അധരം എന്ന് പറഞ്ഞാൽ ചുണ്ട്, പണ എന്ന് പറയുമ്പോൾ അത് പാനം ചെയ്യുന്നു എന്നർത്ഥം. വലിയ പാത്രത്തിൽ, ഭഗവാന്റെ ചുണ്ടോട് അടുപ്പിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ പാത്രത്തിൽ വിശേഷമായ രഹസ്യക്കൂട്ടുകളുള്ള പാല് ബേസായിട്ട് വിശേഷങ്ങളായിട്ട് രഹസ്യക്കൂട്ടുകളും എല്ലാം ചേർത്തുണ്ടാക്കുന്ന ഒരു തരം പാനീയം ഭഗവാന് നേദിക്കുന്നു. ഇതിൻ്റെ സവിശേഷത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിവേദ്യം മനുഷ്യർക്ക് ഭക്ഷിക്കാനുള്ളതല്ല. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ജഗന്നാഥനെ കാണാനായിട്ട് ധാരാളം മനുഷ്യരല്ലാത്ത ആൾക്കാർ വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ദേവതകളാവാം, അസുരന്മാരാവാം, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഭഗവാനെ ദർശിക്കാനായിട്ട് വരുന്നതെന്നാണ് സങ്കല്പം. അങ്ങനെ വരുന്ന ഇതര മനുഷ്യ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ അധരപ്പണ എന്ന് പറയുന്ന ഒരു ചടങ്ങ്. ഈ വലിയ പാത്രത്തിൽ ഭഗവാന് ആ അധരപ്പണ എന്ന് പറഞ്ഞ പാനീയം നിവേദിച്ചതിന് ശേഷം പൂജാരിമാർ അപ്പം തന്നെ ആ പാത്രത്തിനെ ഉടയ്ക്കുന്നു. അത് പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം ആ പാനീയം രഥത്തിലെങ്ങാനും മുഴുവനും ആ പാനീയം താഴെ പോകുന്നു. ആ താഴെ പോകുന്നതിലൂടെ മനുഷ്യേതരായിട്ടുള്ള ആത്മാക്കളെല്ലാം ആ പാനീയം ഭുജിച്ച് അവർക്കെല്ലാവർക്കും മോക്ഷം കിട്ടുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതാണ് അധരപ്പണ എന്ന് പറയുന്ന ഒരു അതിവിശേഷമായിട്ടുള്ള, മറ്റെങ്ങും കാണാൻ കഴിയാത്ത രീതിയിലുള്ള, എല്ലാ സ്ഥലത്തും നിവേദ്യങ്ങൾ ഭക്ഷിക്കാനാണ് പറയുക. നിവേദ്യ പാത്രത്തോടെ തച്ചുടച്ച് കളഞ്ഞ് ചെയ്യുന്ന ഒരു കണക്ക് ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര ഇവർ 3 പേരും ഗുണ്ടിച്ച എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് അടപ്പ മണ്ഡപം എന്ന് പറയുന്നൊരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിലാണ് അവരവിടെ പൂജ ചെയ്യുന്നത്. 7 ദിവസം അവിടെയാണ് അവർ ഇരിക്കുന്നത്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര എന്ന് പറയുന്നത് ഒരു ശ്രീകോവിലിൽ കാണാൻ പറ്റുന്ന പ്രതിഷ്ഠയാണ്. അത് കഴിഞ്ഞാൽ എപ്രകാരമാണോ തിരുവനന്തപുരത്ത് അടുത്ത പ്രധാനപ്പെട്ട പ്രതിഷ്ഠ നരസിംഹസ്വാമി ആവുന്നത്, അപ്രകാരം തന്നെ പുരിയിൽ വളരെ പ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഉപസന്നിധി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സന്നിധിയാണ്. 2 കൈകളിൽ താമര പിടിച്ച് അഭയവരദഹസ്തമായി പത്മത്തിലിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള മഹാലക്ഷ്മിയാണ് പുരിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉപപ്രതിഷ്ഠ. മഹാലക്ഷ്മി ജഗന്നാഥ യാത്രത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ചടങ്ങ് നമുക്ക് കാണാൻ കഴിയും. ഒരു വിനോദമായിട്ടുള്ളൊരു ചടങ്ങെന്ന് വേണം പറയാൻ. ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര എന്ന് പറയുമ്പോൾ ചേട്ടൻ, അനിയൻ, സഹോദരി എന്ന് പറയുന്ന ഈ 3 പേര് ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് അവർ തിരിച്ചു വരുന്നില്ല. അപ്പോൾ മഹാലക്ഷ്മി ഇവരെ അന്വേഷിച്ച് ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു ചടങ്ങുണ്ട്. ഇന്നും പല്ലക്കിൽ മഹാലക്ഷ്മി വിഗ്രഹം എഴുന്നള്ളിച്ച് ഹീരാപഞ്ചമി ദിവസം മഹാലക്ഷ്മി ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് പോകുന്നു. എന്നിട്ട് സഹോദരങ്ങളോട് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. മഹാലക്ഷ്മി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വരുന്നു. എന്നിട്ടും ബലരാമൻ, ജഗന്നാഥൻ, സുഭദ്ര കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അത് പത്നിയായിട്ടുള്ള മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെടുന്നില്ല. തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അധരപ്പണ എന്ന് പറയുന്ന ഈ ചടങ്ങിന് ശേഷം ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര ക്ഷേത്രത്തിലേക്ക്, അതിൻ്റെ ചടങ്ങിന് പേര് നീലാദ്രി ബീജേ എന്നാണ് പറയുന്നത്. നീലാദ്രി എന്ന് പറയുന്നത് ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പറയുന്ന പേരാണ്. നീലാദ്രി ബീജേ എന്ന് പറയുമ്പോൾ ദേവന്മാർ തിരിച്ച് മൂലസ്ഥാനത്ത് എഴുന്നള്ളുന്നതിനാണ് അത് പറയുന്നത്. ആദ്യം ബലരാമൻ എഴുന്നള്ളുന്നുണ്ട്, പിന്നെ സുഭദ്ര എഴുന്നള്ളുന്നുണ്ട്. ബലരാമൻ, സുഭദ്ര എല്ലാം എഴുന്നള്ളുമ്പോൾ പുരി ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമായിട്ടുള്ള ശിംഗദ്വാർ എന്ന് പറയുന്ന കവാടത്തിൽ മഹാലക്ഷ്മി കാത്തിരിക്കുന്നുണ്ട്. ഇവരെ സ്വീകരിക്കുന്നോളം കാത്തിരിക്കുന്നുണ്ട്. ബലരാമൻ അകത്ത് പോകുന്നു, സുഭദ്ര അകത്ത് പോകുന്നു. ജഗന്നാഥൻ്റെ വിഗ്രഹം പൂജാരിമാർ അകത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ വരണ്ട, അവിടെ നിന്നാൽ മതി എന്ന രീതിയിൽ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങാണ് ഇവർ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി ഇത്രയും കാലം പുറത്ത് നിന്നത്. ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് പോലും അങ്ങ് തിരിച്ചു വന്നില്ല, അങ്ങ് അകത്ത് കയറണ്ട എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ഇതിൽ പറയുന്നതൊരു കാര്യമുണ്ട്.
പുരി ക്ഷേത്രത്തിലേക്ക് പറയുന്ന പേര് ശ്രീമന്ദിര അല്ലെങ്കിൽ ശ്രീക്ഷേത്ര എന്നാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി, പുരി ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീക്ഷേത്രമാണ്, മഹാലക്ഷ്മിയുടെ ക്ഷേത്രമാണ്. ആ മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിലാണ് ജഗന്നാഥൻ വസിക്കുന്നത്. അപ്പോൾ തൻ്റെ ഗ്രഹത്തിൽ വരുന്നില്ല, ഞാൻ പറഞ്ഞ സമയത്ത് വരുന്നില്ല എന്നുള്ള ദേഷ്യം മഹാലക്ഷ്മി കാണിക്കുന്നുണ്ട്. മഹാലക്ഷ്മിയും ജഗന്നാഥനും തമ്മിൽ അതിരസകരമായിട്ടുള്ള സംഭാഷണം ഇവിടെ നടക്കുന്നുണ്ട്. ജഗന്നാഥൻ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്, എന്നെ അകത്ത് കയറ്റണം, ഞാൻ അങ്ങനെ വൈകി വന്നതല്ല എന്ന് പറയുന്നുണ്ട്. ഈ സംഭാഷണങ്ങളെല്ലാം ഇന്ന് ജഗന്നാഥൻ്റെ പൂജാരിമാരും മഹാലക്ഷ്മിയുടെ പൂജാരിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ഇതിനെല്ലാത്തതിനും ശേഷം ജഗന്നാഥൻ എല്ലാം പരിശ്രമിച്ച് നോക്കുന്നുണ്ട് അകത്ത് കയറാനായിട്ട്, മഹാലക്ഷ്മി സമ്മതിക്കുന്നില്ല. അപ്പോൾ ജഗന്നാഥൻ ഒരു കാര്യം ചെയ്തു, തൻ്റെ പൂജാരിയോട് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നു. ആ പലഹാരമാണ് ഇന്ന് ലോകമെല്ലാവരും വളരെ ഫേമസ് ആയിട്ട് അറിയുന്ന രസഗുള. വലിയ വലിയ പാത്രത്തിൽ അതി സ്വാദിഷ്ടമായിട്ടുള്ള രസഗുള എന്ന് പറയുന്ന പഞ്ചസാര പാലിലുണ്ടാക്കുന്ന ഒരു തരം മധുര പലഹാരം ഉണ്ടാക്കി ജഗന്നാഥൻ അത് കഴിക്കുന്നില്ല. ജഗന്നാഥൻ്റെ പക്കൽ കൊണ്ടുവന്നതിന് ശേഷം അത് മഹാലക്ഷ്മിക്ക് കൊടുത്തയക്കുന്നുണ്ട്. ഈ രസഗുള എന്ന് പറയുന്ന നിവേദ്യപാത്രങ്ങൾ അകത്ത് വരുമ്പോൾ മഹാലക്ഷ്മിക്ക് സന്തോഷമാവുന്നു. മഹാലക്ഷ്മി ജഗന്നാഥനെ ക്ഷേത്രത്തിലേക്ക് അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നു. അങ്ങനെ ജഗന്നാഥൻ തിരിച്ചു ക്ഷേത്രത്തിലേക്ക് അകത്ത് കയറി നിത്യചടങ്ങുകളെല്ലാം, മഹാലക്ഷ്മി അടുത്ത് ഉപവിഷ്ടയാവുന്നു ആ ദിവസം. ഇങ്ങനെ അതിവിനോദമായിട്ടുള്ള ധാരാളം ചടങ്ങുകൾക്കും ധാരാളം സവിശേഷതകളും ഉള്ള ഒരു ക്ഷേത്രമാണ് ജഗന്നാഥപുരി ക്ഷേത്രമായിട്ടുള്ള ശ്രീക്ഷേത്രം ശ്രീമന്ദിരം.